ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസെൻ്റ് ഐഡിയാസിലേക്ക് സ്വാഗതം. ഞാൻ ബെസ്റ്റിൻ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 3D പെന്നും പേപ്പർ മാഷ് ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി മൗണ്ടൈൻ സീനറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്തതെന്ന് നോക്കാം. അത് 5 മിനിറ്റ് വീഡിയോ ഉള്ളൂ, വളരെ സിമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒരു അവസാനം വരെ കാണുക. അപ്പോൾ നമ്മുടെ 3D പെൻ നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ കുറച്ച് നാളായി പെട്ടിയിൽ എടുക്കും. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന്റെ അൺബോക്സിങ് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ കാർഡായിട്ട് ഇടാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇനി ഇത് ഓൺ ആക്കാണ്. ജസ്റ്റ് ഓൺ ആക്കുക. അപ്പോൾ ഇവിടെ PLA കാണിക്കും. നമ്മൾ PLA പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബട്ടൺ അമർത്താം. അപ്പോൾ ഇത് ഹീറ്റ് അപ്പ് ആവും. അപ്പോൾ ഇവിടെ പച്ച കളർ എത്തുമ്പോൾ നമുക്ക് പ്രിന്റ് ചെയ്ത് തുടങ്ങാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു A4 ഷീറ്റിൽ നമ്മളൊരു ഷേപ്പ് വരച്ചെടുക്കുകയാണ്. ഇത് നമ്മുടെ ആ മലയുടെ ബേസ് ആയിരിക്കും. ഇനി നമ്മൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സപ്പോർട്ടുകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഷേപ്പുകൾ വരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സ്റ്റിക്സ്, നമ്മൾ 3D പെൻ ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റിക്സ് നമ്മൾ വരച്ചിട്ട് നമ്മുടെ ഈ പേപ്പറുകൾ കറക്റ്റ് ഓർഡറിൽ മാർക്ക് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് ചെയ്ത് തുടങ്ങാം. അപ്പം നമ്മൾ 3D പെൻ ഉപയോഗിച്ചിട്ട് അത്യാവശ്യം ചെറിയൊരു കനത്തിൽ നമ്മുടെ ആ ബോർഡറുകൾ, നമ്മൾ വരച്ച ബോർഡറുകൾ നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ വരച്ച ചെറിയ സെക്ഷൻസ് മുഴുവൻ നമ്മൾ പ്രിൻ്റ് ചെയ്യുക. ആ ക്രോസുകളൊക്കെ എന്തിനാണെന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരെണ്ണം പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പ്രിൻ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ആ പേപ്പറിൽ നിന്ന് അതിന് ഓരോന്നായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അത് ജസ്റ്റ് നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ്. അത് പേപ്പറായിട്ട് അത്രയ്ക്കൊന്നും സ്ട്രോങ് ആയിട്ട് ഒട്ടിപ്പിടിക്കില്ല. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അത് പറിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ അവിടെ നമ്മളൊരു സപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സ്റ്റിക്സ് നമ്മൾ പ്രിൻ്റ് ചെയ്തത് നമുക്ക് ആവശ്യമുള്ള ഹൈറ്റിൽ ഒരു പീക്കുകളായിട്ട് നമുക്ക് ഉണ്ടാക്കി ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതൊക്കെ കൂടി നമ്മളിങ്ങനെ ഒരു ത്രെഡ് പോലെ 3D പെൻ വെച്ചിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന കണ്ടീഷനിലേക്ക് ഇതിനെ നമ്മൾ ചുറ്റി കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഫിലമെൻറ്റ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ പേപ്പർ മാഷ് ചെയ്യാനായിട്ട് കുറച്ച് ഫെവിക്കോൾ എടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം പഴയ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ഇങ്ങനെ ഫെവിക്കോളും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഈ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന 3D പ്രിൻറ്റഡ് പാർട്ടിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ 3D പെന്നിൻ്റെ ഫിലമെൻറ്റ് കുറച്ച് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ 3D പെൻ ഉപയോഗിച്ച് ഫുള്ളി നമുക്കത് പ്രിൻ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇനി നമ്മൾ ഫുള്ളായിട്ട് പേപ്പർ മാഷ് ചെയ്തെടുക്കുക. ഇതാവുമ്പോൾ നമുക്ക് നീറ്റ് ക്ലീൻ ഫിനിഷ് കിട്ടും. 3D പെന്നിൻ്റെ ഫിനിഷിനായിട്ടുള്ള നല്ലൊരു ഫിനിഷ് നമുക്ക് ഈ വഴി നമുക്ക് കിട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ അതുപോലെ തന്നെ നമ്മളെല്ലാ മലയാള സെക്ഷൻസും നമ്മൾ പേപ്പർ മാഷ് ചെയ്ത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഉണങ്ങിയതിന് ശേഷം നമ്മളൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിലേക്ക് ഹോട്ട് ഗ്ലൂവോ സൂപ്പർ ഗ്ലൂവോ അല്ലെങ്കിൽ ഫെവിക്കോളോ ഉപയോഗിച്ചിട്ട് ഈ പീസുകളൊക്കെ ഒട്ടിക്കുക. അതിനുശേഷം ഇതൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പറിൻ്റെ കഷ്ണങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ച് അതിൻ്റെ സൈഡൊക്കെ ഒട്ടിച്ച് ഒറ്റ പീസാക്കി മാറ്റുക. അതിനുശേഷം നമുക്ക് അത് ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ചെടുക്കുക. നമ്മളിവിടെ ഒരു പച്ചേര ഷെയ്ഡാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നമ്മൾ പച്ചേര പല കളറുകൾ എടുത്തിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോഴാണ് നമുക്കൊരു നല്ലൊരു ലുക്ക് കിട്ടുക നമ്മുടെ മൗണ്ടൈന്. നമ്മളിത് ജസ്റ്റ് ഉണ്ടാക്കിയത് മാത്രം പോരാ, നമ്മൾ നല്ല രീതിയിൽ പെയിൻറ്റ് അടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ അടിയിലത്തെ സെക്ഷനിൽ ഫുള്ള് നമ്മളൊരു നദി പോലെ പെയിൻ്റ് അടിച്ചെടുക്കുകയാണ്. ബ്ലൂ കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഡാർക്ക് ബ്ലൂ ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ നമ്മൾ പെയിൻ്റ് അടിച്ചെടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് വ്യത്യസ്തമായ ഐഡിയകൾ പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും വൈറ്റും ഒക്കെ വെച്ചിട്ടൊരു മഞ്ഞ് വീണൊരു മലയൊരു എഫക്റ്റാണ് അതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പോൾ ഇതിലെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് നമുക്ക് ലിവിങ് റൂമിലും ഡൈനിങ് റൂമിലും ഒക്കെ നമുക്കിത് വെച്ച് നല്ലൊരു ഡെക്കറേഷൻ ക്രാഫ്റ്റ് പീസായിട്ട് നമുക്കിത് വെക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത 3D പെൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അടിപൊളി വീഡിയോകൾ ഇനി ലഭിക്കുന്നതിന് വേണ്ടി റീസെന്റ് ഐഡിയാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷനായി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വരുന്നതാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും മറക്കരുത്. ഇതുപോലുള്ള ഒരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ റീസെന്റ് ഐഡിയാസ് സൈനിങ് ഔട്ട്.